പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, SYS കോഴിക്കോട് സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വളരെ പ്രധാനപ്പെട്ട തൻസീൽ എന്ന പ്രോഗ്രാം ഇവിടെ ഇന്ന് ജില്ലാ തലത്തിൽ ആരംഭിക്കുകയാണ്. മനുഷ്യൻ്റെ ഭൗതികവും ആത്മീയവുമായ പുരോഗതിക്ക് അനിവാര്യമായ ഒരു ക്രമീകരണമാണ് പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുൻപിൽ സമർപ്പിച്ചിട്ടുള്ളത്. ഖുർആൻ ഓതുന്നത്, വായിക്കുന്നത്, കേൾക്കുന്നത്, പഠിക്കുന്നത്, അതിൻ്റെ അർത്ഥം ഉൾക്കൊള്ളുന്നത് എല്ലാം ഈ പരിശുദ്ധ റമദാനിൽ ഒരു തപസ്യയായി ഏറ്റെടുത്ത വിശ്വാസികൾ ഖുർആനുമായി കൂടുതൽ അടുക്കാനുള്ള ഒരു വേദിയാണ് ഖുർആൻ പഠനത്തിൻ്റെ ഈ സംവിധാനം. ഖുർആൻ നിസ്കാരത്തിലും മറ്റു സന്ദർഭങ്ങളിലും കേൾക്കുകയും അതിൻ്റെ അർത്ഥം ചിന്തിക്കുകയും ജീവിതം പൂർണ്ണമായി ഖുർആൻ്റെ അടിസ്ഥാനത്തിൽ ക്രമപ്പെടുത്തുകയും ചെയ്യാനുള്ള ഒരു പ്രചോദനമാണ് ഇതുവഴി നമുക്ക് ലഭിക്കുന്നത്. സാധാരണക്കാരായ ആളുകൾക്ക് ഖുർആൻ്റെ അർത്ഥ സമുദ്രത്തിൽ നിന്ന് മുത്തുകൾ വാരിയെടുക്കാൻ ചിലപ്പോൾ കഴിഞ്ഞു എന്ന് വരില്ല. അത് സാധിക്കുക പണ്ഡിതന്മാർക്കാണ്. അതേ സമയത്ത് സാധാരണക്കാരായ ആളുകൾക്ക് ഖുർആനിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ മാധുര്യം ഖുർആൻ്റെ പാരായണത്തിലൂടെയാണ്. ഖുർആൻ ഒരേ സമയത്ത് മനുഷ്യൻ്റെ ഹൃദയത്തെ കീഴടക്കുമ്പോൾ അവൻ്റെ ബുദ്ധിയെ സ്വാധീനിക്കുകയും ചെയ്യുന്നു. അത് എല്ലാ കൃതികൾക്കും എല്ലാ ഗ്രന്ഥങ്ങൾക്കും ഉണ്ടാവുകയില്ല. ഖുർആൻ്റെ ഒരു വല്ലാത്ത പ്രത്യേകതയാണ്. ഒരേ സമയത്ത് ദിഷണാപരമായ സ്വാധീനവും മറ്റൊരു ഭാഗത്ത് കേൾക്കുന്ന ആളുകളെ ഏറെ അമ്പരപ്പിക്കുന്ന രൂപത്തിലുള്ള സ്വാധീനവും, ഇത് രണ്ടും നമ്മുടെ സംഘടന വിശ്വാസികൾക്ക് ഖുർആനിലൂടെ സമ്മാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ശരീഅത്ത് കോളേജുകളിൽ, ദഅവാ കോളേജുകളിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ ഖുർആൻ്റെ അർത്ഥതലത്തിലുള്ള ബഹുമാനങ്ങളാണ് അവർ തേടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ സ്കൂളുകളിലും ഭൗതിക കോളേജുകളിലും പഠിക്കുന്ന വിദ്യാർത്ഥികളും സാധാരണക്കാരും ഖുർആനിനെ വളരെയേറെ സ്നേഹിക്കാനുള്ള ഒരു കാരണം ആ ഖുർആൻ്റെ ഏറെ ആകർഷകമായ പാരായണമാണ്. മസ്ജിദുൽ ഹറാമിൽ നിസ്കാരത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന അനുഭൂതി, കേരളത്തിലെ പ്രധാനപ്പെട്ട മസ്ജിദുകളിൽ വിശ്വാസികൾക്ക് ലഭിക്കുന്ന ഖുർആനിനോടുള്ള ആഭിമുഖ്യം അത് പാരായണത്തിൻ്റേതാണ്. അത് രണ്ടും ഉദ്ദേശിച്ചുകൊണ്ടാണ് വിശുദ്ധ റമദാൻ ആത്മവിശുദ്ധിക്ക് എന്ന ആ ശീർഷകത്തിൽ
ഇവിടെ തൻസീൽ എന്ന പ്രധാനപ്പെട്ട പരിപാടി നിശ്ചയിച്ചിട്ടുള്ളത്. ഖുർആനിൻ്റെ ഏറ്റവും തുടക്കത്തിലുള്ള അധ്യായം അൽ ഫാത്തിഹ എന്നതാണ്. അൽ ഫാത്തിഹ എന്ന് പറയുന്ന ആ വാക്കിൻ്റെ അർത്ഥം പ്രിയാമ്പിൾ, പ്രിഫേസ്, ആമുഖം, രണ്ട് വാക്ക് എന്നൊക്കെ പറയാവുന്ന മനോഹരമായ ആദ്യത്തെ 7 വാക്യങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് ചേർക്കുമ്പോൾ 8 വാക്യങ്ങൾ ഉള്ള സൂറത്തുൽ ഫാത്തിഹ. അതാണ് ഖുർആനിൽ നിന്ന് ആദ്യമായി നാം പഠിക്കാൻ തിരഞ്ഞെടുക്കുന്നത്. വിശുദ്ധ ഖുർആനിൻ്റെ ഉള്ളടക്കം സൂറത്തുൽ ഫാത്തിഹയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഖുർആൻ്റെ എല്ലാ അർത്ഥങ്ങളും ഉൾക്കൊള്ളുന്ന, ഖുർആൻ്റെ ഉടമയും പരമകാരുണികനും ഖുർആൻ ഇവിടെ അവതരിപ്പിക്കുകയും ചെയ്ത സൃഷ്ടാവായ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന ഭാഗമാണ് സൂറത്തുൽ ഫാത്തിഹ. ഒരു പുസ്തകത്തിന് അതിൻ്റെ തുടക്കത്തിൽ രചയിതാവിനെ പരിചയപ്പെടുത്തുന്ന ഒരു പേജ് ഉണ്ടാകും. ഏത് പുസ്തകത്തിൻ്റെയും തുടക്കത്തിൽ ആ ഗ്രന്ഥം ആരാണോ എഴുതിയത് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്ന ഏതാനും വരികൾ ഉണ്ടാകാറുണ്ട്. അതുതന്നെയാണ് സൂറത്തുൽ ഫാത്തിഹ. ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത് അള്ളാഹുവാണ്. ലോകത്തിൻ്റെ അവസാന ദിവസം വരെ ഇവിടെ ഉണ്ടാകാൻ പോകുന്ന എല്ലാ മനുഷ്യർക്കും ആവശ്യമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു വേദഗ്രന്ഥത്തിൻ്റെ സൃഷ്ടാവ് എത്ര മഹത്വമുള്ള ആളായിരിക്കും. ഏതൊരു കൃതിയുടെയും വലിപ്പവും പ്രത്യേകതയും ആ കൃതി തയ്യാറാക്കിയ വ്യക്തിയുടെ മഹത്വമായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം സൂറത്തുൽ ഫാത്തിഹയാണ്. മക്കയിലാണ് അവതരിച്ചത്. ഫാത്തിഹ എന്നത് നമുക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയൊരു സമ്മാനമാണ്. വിശ്വാസികൾക്ക് അൽ ഫാത്തിഹ എല്ലാവർക്കും മനഃപ്പാടമായിരിക്കും. അസ്സബഉൽ മസാനി എന്നാണ് ഈ വാചകത്തിൻ്റെ, ഈ അധ്യായത്തിൻ്റെ ഒരു പ്രത്യേക പേര്. ആവർത്തിച്ച് ആവർത്തിച്ച് പാരായണം ചെയ്യുന്ന 7 വാക്യങ്ങൾ. ഇത്ര കൂടുതൽ ആവർത്തിക്കുന്ന വേറെ ഒരു സൂറത്തില്ല. ഫാത്തിഹ സൂറത്തിനേക്കാൾ ആർട്ടിക്കിൾ എണ്ണം കുറവുള്ളത് അൽ ഇഖ്ലാസ് എന്ന സൂറത്താണ്, ഖുൽ ഹുവല്ലാഹു അഹദ്. പക്ഷേ ആ സൂറത്തിനേക്കാൾ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് പാരായണം ചെയ്യുന്നത് സൂറത്തുൽ ഫാത്തിഹയാണ്. ലാ സ്വലാത്ത ഇല്ലാ ബി ഉമ്മിൽ ഖുർആൻ. ഫാത്തിഹ സൂറത്ത് പാരായണം ചെയ്യാതെ നിസ്കാരം പൂർത്തിയാക്കാൻ കഴിയില്ല. നിസ്കാരത്തിലെല്ലാ ഓരോ റക്അത്തിലും സൂറത്തുൽ ഫാത്തിഹ കടന്നു വരികയാണ്. നമ്മുടെ ഏതൊരു പരിപാടിയുടെയും സ്റ്റാർട്ടിങ് ഫാത്തിഹ കൊണ്ടാണ്. ഒരു മീറ്റിങ്ങിന് പോയപ്പോൾ ആ മീറ്റിങ്ങിൻ്റെ തുടക്കത്തിൽ അൽ ഫാത്തിഹ ഓതാൻ ശ്രമിച്ചപ്പോൾ ആ സദസ്സിൽ പങ്കെടുത്ത ഒരാൾ ഒരു സംശയം ഉന്നയിച്ചു. ഇങ്ങനെ തുടക്കത്തിൽ ഒരു ഫാത്തിഹ വിളിക്കുന്ന പരിപാടി എങ്ങനെയാണിത് വന്നത്? ഇതാരാണ് കെട്ടിയുണ്ടാക്കിയത്? ആ സമയത്ത് നാം അവരോട് പറഞ്ഞു, പരിശുദ്ധ ഖുർആൻ്റെ തുടക്കം തന്നെ അൽ ഫാത്തിഹ കൊണ്ടാണ്. അതുകൊണ്ട്
എല്ലാ നല്ല കാര്യങ്ങളുടെയും തുടക്കത്തിൽ അൽ ഫാത്തിഹ വേണം എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഒന്നാമത്തെ അധ്യായം അൽ ഫാത്തിഹ ആയി എന്നത് തന്നെയാണ്. അത് പറഞ്ഞപ്പോൾ ആ സംശയമുള്ള വ്യക്തി പറഞ്ഞു, അത് ശരി, അങ്ങനെ ഒരു വിഷയമുണ്ടല്ലേ. അദ്ദേഹം അപ്പോഴാണ് ആ കാര്യത്തെപ്പറ്റി ആലോചിക്കുന്നത്. മക്കയിൽ ഇസ്ലാമിൻ്റെയും ഖുർആൻ്റെയും ധാരാളം വിമർശകർ ഉണ്ടായിരുന്നു. ആ വിമർശകരെല്ലാം തുടക്കത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും പിന്നീട് മെല്ലെ മെല്ലെ അവർ ഇസ്ലാമിനോടും ഖുർആനിനോടും സ്നേഹമുള്ളവരായി മാറി. ആ കാലത്തെ ഒരു പ്രധാനമായ ആരോപണമായിരുന്നു ലൗലാ നുസ്സില ഹാദൽ ഖുർആൻ അലാ റജുലിൻ മിനൽ ഖറിയതൈനി അളീം. ഈ മക്കയിലും പരിസരങ്ങളിലും ത്വായിഫിലും ഷാമിലും എത്ര വലിയ വലിയ ആളുകളുണ്ട്. അവർക്കൊന്നും അവതരിക്കാതെ ഈ ഖുർആൻ അവതരിച്ചത് പിതാവ് മരണപ്പെട്ട മുഹമ്മദ് എന്ന ഒരു വ്യക്തിക്കാണോ? ഇതെങ്ങനെ അദ്ദേഹത്തിന് കിട്ടി? ഇതൊക്കെ കിട്ടേണ്ടത് വലിയ വലിയ കുബേരന്മാരായ ആളുകൾക്കായിരുന്നില്ലേ എന്ന് ചില ആളുകൾ സംശയം ഉന്നയിക്കാറുണ്ടായിരുന്നു. അതിനെല്ലാമുള്ള മറുപടി ഖുർആൻ പറഞ്ഞു, ഇത് അവതരിപ്പിച്ചിട്ടുള്ള അള്ളാഹു ആണ് ആർക്ക് നൽകണം എന്ന് തീരുമാനിക്കുന്നത്. അല്ലാഹു അഅലമു ഹൈസു യജഅലു റിസാലതഹു. ഖുർആൻ ഏത് വ്യക്തിയിലൂടെയാണ് ലോകത്ത് എത്തിക്കേണ്ടത് എന്ന് ഏറ്റവും അറിയുന്നത് ആ ഖുർആൻ്റെ അവതരണം നടത്തുന്ന അള്ളാഹുവാണ്. മക്കയിലും പരിസരങ്ങളിലും വിദേശ നാടുകളിൽ നിന്ന് ധാരാളം സ്വത്തും ഒട്ടകപ്പുറത്ത് വിഭവങ്ങളും വരാൻ തുടങ്ങിയപ്പോൾ വിശ്വാസികൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് സങ്കടപ്പെട്ടുകൊണ്ട് പറഞ്ഞു, നമ്മെ എതിർക്കുന്ന ആളുകൾക്ക് ധാരാളം വിഭവങ്ങൾ പല നാടുകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് നമുക്ക് ഈ ഭൗതികമായ വിഭവങ്ങളൊന്നും കൂടുതൽ വരാത്തത്? നമ്മൾ വീണ്ടും വീണ്ടും ഇവിടെ കഷ്ടപ്പെടാൻ വിധിക്കപ്പെട്ടവരാണോ? ആ ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞത്, വലഖദ് ആതൈനാക സബ്അൻ മിനൽ മസാനി വൽ ഖുർആനൽ അളീം. ഓ നബിയെ, നിങ്ങൾ അവരോട് പറയണം, ഏതെല്ലാം നാടുകളിൽ നിന്ന് എത്ര വിഭവങ്ങൾ ഒട്ടകപ്പുറത്തും മറ്റും വന്നുകൊണ്ടിരുന്നാലും അതിനേക്കാൾ ഏറ്റവും വലിയ അനുഗ്രഹം സൂറത്തുൽ ഫാത്തിഹയാണ്. സൂറത്തുൽ ഫാത്തിഹ ഓരോ മനുഷ്യൻ്റെയും മനസ്സിനെയാണ് ധന്യമാക്കുന്നത്. മനസ്സ് ധന്യമാകുന്നതും ശരീരം ധന്യമാകുന്നതും ജീവിതത്തിൻ്റെ മറ്റു തലങ്ങൾ ധന്യമാകുന്നതുമായി ഏറ്റവും കൂടുതൽ നാം ആഗ്രഹിക്കുന്നത് മനസ്സിൻ്റെ ശക്തിയാണ്. അതിനുവേണ്ടിയാണ് നോമ്പ് നോൽക്കുന്നത്. മനസ്സിന് ശക്തിയുണ്ടെങ്കിൽ വേറെ ഏതും നമുക്ക് പരിഹരിക്കാൻ കഴിയും. നല്ല ആരോഗ്യവും ഇഷ്ടം പോലെ പണവുമുള്ള ഒരു മനുഷ്യനെ മെൻ്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ ആരോ ചോദിച്ചു, ഇത്ര വലിയ കഴിവുള്ള ഈ മനുഷ്യനെ, ഇത്ര സൗന്ദര്യമുള്ള മനുഷ്യനെ, പണത്തിൻ്റെ വലിയ ആധിക്യമുള്ള ഈ മനുഷ്യനെ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നിട്ടത്? അതിൻ്റെ മറുപടി വളരെ വ്യക്തമാണ്. അദ്ദേഹത്തിന് ശരീരത്തിൻ്റെ കുറവല്ല, പണത്തിൻ്റെ കുറവല്ല, ആകെ അദ്ദേഹത്തിന് കുറവുള്ളത് അദ്ദേഹത്തിൻ്റെ മനസ്സിന് ബാലൻസ് ഇല്ല എന്നതാണ്. അതുകൊണ്ട് ഒരു മനുഷ്യന് ആദ്യമായി ഖുർആൻ നൽകുന്നത് നല്ല ഉറപ്പുള്ള, ചലിക്കാത്ത, പെട്ടെന്ന് ചാടിപ്പോകാത്ത, അറ്റാക്ക് സംഭവിക്കാത്ത, ശക്തിയുള്ള, പ്രയാസങ്ങളിൽ
ആ പ്രയാസങ്ങൾ തരണം ചെയ്യാൻ കഴിവുള്ള നല്ല ഒരു മനസ്സാണ് മനുഷ്യന് ആദ്യമായി ഖുർആൻ സമ്മാനിക്കുന്നത്. അത് ലഭിക്കാനുള്ള നിമിത്തമാണ് സൂറത്തുൽ ഫാത്തിഹ. ആ ഫാത്തിഹ പഠിക്കണം. പഠിക്കുമ്പോൾ തന്നെ പാരായണം ചെയ്യാൻ പഠിക്കണം. ആദ്യമായി പാരായണം പഠിക്കുക, പിന്നെയാണ് അർത്ഥങ്ങളൊക്കെ പഠിക്കൽ. ഒരു ദിവസം പാരായണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പഠിക്കുന്നു, രണ്ടാമത്തെ ദിവസം അതിൻ്റെ അർത്ഥതലങ്ങൾ പഠിക്കുന്നു, മൂന്നാമത്തെ ദിവസം കാലിഗ്രഫി പഠിക്കുന്നു. തഫ്സീറിൻ്റെ കിതാബുകളിൽ കാണാം, ഖാല അലിയുൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു മനുഷ്യൻ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ വെച്ച് സൂറത്തുൽ ഫാത്തിഹയുടെ തുടക്കത്തിലുള്ള ബിസ്മി എഴുതാൻ തുടങ്ങി. എഴുത്ത് അത്ര നന്നാകുന്നില്ല എന്ന് കണ്ടപ്പോൾ അലി റളിയല്ലാഹു അൻഹു ഇടപെട്ടുകൊണ്ട് പറഞ്ഞു, ജവ്വിദ്ഹ, നീ ബിസ്മി എഴുതുമ്പോൾ വളരെ ഭംഗിയാക്കി എഴുതണം. കാലിഗ്രഫി. അപ്പോൾ പഠനം മാത്രമല്ല, പാരായണം മാത്രമല്ല, അതിൻ്റെ പ്രൊനൗൺസിയേഷൻ നന്നാക്കൽ മാത്രമല്ല, സയ്യിനുൽ ഖുർആന ബി അസ്വാതിക്കും, നിങ്ങൾ ഖുർആൻ ഓതുമ്പോൾ നിങ്ങളെ ശബ്ദം കൊണ്ട് ഖുർആനെ ഭംഗിയാക്കുവീൻ. അതിനും പുറമേ എഴുത്തും നന്നാക്കണം. തഫ്സീറിൻ്റെ കിതാബുകളിൽ പറയുന്നു, ഖാല സഈദ് റളിയല്ലാഹു അൻഹു, ഇന്ന റജുലൻ നദറ ഇലാ ഖിർതാസിൻ ഫീഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതിയ ഒരു കടലാസിലേക്ക് ഒരു മനുഷ്യൻ നോക്കി. ഫഖബ്ബലഹു, എന്നിട്ട് ബിസ്മി എഴുതിയ ഖുർആൻ എഴുതിയ ആ കടലാസ് അയാൾ ചുംബിച്ചു. വവദഅഹു അലാ ഐനൈഹി, ഖുർആൻ എഴുതിയ ആ കടലാസ് അയാൾ രണ്ട് കണ്ണിന്മേൽ വെച്ചു. ഫഗുഫിറ ലഹു, അതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടു. എല്ലാവർക്കും അറിയാം, ബിശ്ർ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു, ബിശ്റുൽ ഹാഫി. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ കാണാം, ജീവിതത്തിൻ്റെ തുടക്കത്തിൽ വളരെ മോശക്കാരനായിരുന്നു. നമ്മുടെ സമൂഹത്തിൽ, സമുദായത്തിൽ എത്ര ആളുകളുണ്ട് വൃത്തികേടുകൾ ചെയ്യുന്നവർ, കള്ളത്തരങ്ങൾ പറയുന്നവർ, വളരെ മോശമായ ജീവിതം നയിക്കുന്നവർ. അങ്ങനെയുള്ള ആളുകൾക്ക് മുഴുവനും നന്നാകാനുള്ള ഏറ്റവും നല്ല ഒരു വഴി ബിശ്റുൽ ഹാഫിയുടെ ചരിത്രത്തിൽ നിന്ന് ലഭിക്കും. ലമ്മ റഫഅ അർറുഖഅത അല്ലത്തി ഫീഹാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, നിലത്ത് വീണ് കിടക്കുന്ന ഒരു ചെറിയ തോൽക്കഷണം, ആ തോൽക്കഷണത്തിലേക്ക് ബിശ്ർ നോക്കിയപ്പോൾ അതിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ബിസ്മി എഴുതിയ തോൽക്കഷണമാണല്ലോ എന്ന ഒരൊറ്റ കാരണം കൊണ്ട് അദ്ദേഹം ആ തോൽക്കഷണം നിലത്തുനിന്ന് എടുക്കുകയും വതയ്യബഹ, അത് കഴുകി വൃത്തിയാക്കി അതിൽ സുഗന്ധം പുരട്ടുകയും ചെയ്തപ്പോൾ ആ മനുഷ്യനുണ്ടായ ഭാഗ്യം, അള്ളാഹു ആ മനുഷ്യൻ്റെ പേരും ആ മനുഷ്യൻ്റെ ജീവിതവും പരിശുദ്ധമാക്കി. സുബ്ഹാനല്ലാഹ്. ഖുർആൻ എഴുതിയ കടലാസുകൾ നിലത്തെവിടെയെങ്കിലും അശ്രദ്ധമായി കിടക്കുന്നത് കണ്ടാൽ, അത് വീട്ടിലായാലും ഓഫീസിലായാലും റോട്ടിലായാലും, ഖുർആനോടും ബിസ്മിയോടുമുള്ള ബഹുമാനം കൊണ്ട് അത് പെട്ടെന്ന് അവിടെ നിന്ന് എടുക്കുകയും മാലിന്യം പുരളാത്ത രൂപത്തിൽ അത് വൃത്തിയായി സൂക്ഷിക്കുകയും ചെയ്താൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയമാണ്. വൈദാ ദക്കർത റബ്ബക ഫിൽ ഖുർആനി വഹ്ദഹു വല്ലൗ അലാ അദ്ബാരിഹിം നുഫൂറ. വിശുദ്ധ ഖുർആനിലെ ഈ വാക്യത്തിൻ്റെ തഫ്സീറിൽ കാണാം, ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് അതിലെവിടെയെങ്കിലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പദം കാണുകയാണെങ്കിൽ ഓർത്തുകൊള്ളുക,
അത് മനുഷ്യൻ്റെ ഈമാൻ ജ്വലിപ്പിക്കുന്ന ഭാഗമാണ്. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ അറാദ അൻ യുനജ്ജി അല്ലാഹു മിനസ് സബാനിയത്തി 19 ഫൽയഖറ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മളെല്ലാ ദിവസവും ഫാത്തിഹയും ബിസ്മിയും ഓതുന്നത് കൊണ്ട് അതിനോടുള്ള ആഭിമുഖ്യം ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. മുമ്പൊരാൾ അമേരിക്കയിൽ പോയി തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, അമേരിക്കയിൽ ഏതാണ് ഭാഷ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവിടെ ഇംഗ്ലീഷ് ഭാഷയാണ്. 3 കാര്യം മാത്രമേ മലയാളത്തിലുള്ളൂ. ഒന്ന്, അവിടെ കുട്ടികൾ കരയുന്നത് മലയാളത്തിലാണ്. പിന്നെ അവിടെ നായ കുരക്കുന്നത് മലയാളത്തിലാണ്. പിന്നെ അവിടെ ബാങ്ക് കൊടുക്കുന്നത് മലയാളത്തിലാണ്. അതായത് കേട്ട് കേട്ട് ശീലിച്ചാൽ പിന്നെ അതിനോട് ബഹുമാനം ഇങ്ങനെ കുറയുന്ന ഒരു പ്രതീതി സാധാരണമാണ്. അതുപോലെയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്യത്തോടും സൂറത്തുൽ ഫാത്തിഹയോടും ബഹുമാനം ഇങ്ങനെ കുറയുകയാണോ എങ്കിൽ ഈ ഒരു തൻസീൽ എന്ന പരിപാടിയിലൂടെ ഖുർആനിനോട് ബഹുമാനം നമുക്കുണ്ടാവണം, മറ്റുള്ളവരിൽ ഉണ്ടാക്കുകയും വേണം. ഇബ്നു മസ്ഊദ് പറയാണ്, സബാനിയാക്കൾ എന്ന് പറയുന്നൊരു വിഭാഗം ഉണ്ടല്ലോ, നാളെ പരലോകത്ത് മനുഷ്യനെ ശിക്ഷിക്കുന്നതിന് വേണ്ടി അള്ളാഹു നിയമിച്ച ടീമാണ് സബാനിയാക്കൾ. 19 ആളുകളാണ്. ആ 19 ആളുകൾ മനുഷ്യനെ തെറ്റിലേക്കും ശിക്ഷയിലേക്കും വലിച്ചു കൊണ്ടുപോകുമ്പോൾ ആ 19 ആളുകളുടെ ശിക്ഷാ നടപടികളിൽ നിന്ന് രക്ഷ ലഭിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ ധാരാളമായി ബിസ്മി ചൊല്ലട്ടെ. കാരണം ബിസ്മിയിൽ 19 അക്ഷരങ്ങളാണ്. സബാനിയാക്കൾ 19 ബിസ്മിയുടെ അക്ഷരവും എത്രയാണ്? 19. അപ്പം ഈ 19 വിൽ പ്രൊട്ടക്റ്റ് യു. സബാനിയാക്കൾ എന്ന് പറയുന്ന ആ 19 ആളുകളിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്തും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്യത്തിലെ 19 അക്ഷരങ്ങൾ. അങ്ങനെ അക്ഷരം കൊണ്ടും അർത്ഥം കൊണ്ടും പാരായണം കൊണ്ടും എഴുത്തുകൊണ്ടും വളരെ മികച്ചു നിൽക്കുന്ന ബിസ്മിയും ഫാത്തിഹയും അതുമായി ബന്ധപ്പെട്ട പഠനങ്ങളും വളരെ മനോഹരങ്ങളാണ്. ഈമാൻ വർദ്ധിക്കാൻ ഈ പഠനങ്ങൾ ഉപകാരപ്പെടും, ഈ പാരായണങ്ങൾ ഉപകാരപ്പെടും. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫാത്തിഹയുടെ തുടക്കത്തിലുള്ള ബിസ്മി ഓതുമ്പോൾ നാം മനസ്സിൽ കരുതണം, ഇത് അള്ളാഹു എന്നോട് സംസാരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ ഒരു ലെറ്റർ ലഭിച്ചു ഗ്രാമത്തിലൊരു പാവപ്പെട്ടവന്. ആ സഹോദരൻ ആ കത്തെടുത്ത് ഇങ്ങനെ വായിക്കുമ്പോൾ ആ ഓരോ വരിയിലും അവൻ പ്രധാനമന്ത്രിയെ കണ്ടുകൊണ്ടാണത് വായിക്കുക. കാരണം എഴുതിയ ആളാണ് ആ കത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം. എങ്കിൽ സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോൾ, തറാവീഹിൽ ഫാത്തിഹ ഓതുമ്പോൾ, ഖുർആൻ ഖത്മ് തീർക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലുമ്പോൾ അവിടെയൊക്കെ അള്ളാഹുവിനെങ്ങനെ ഓർമ്മയിൽ വരികയും ആ അള്ളാഹുവിനെ ഓർക്കുന്നത് വർദ്ധിപ്പിക്കുക വഴി ഈമാൻ്റെ ആളായി മാറുകയും ചെയ്യും. റഹ്മാനും റഹീമുമായ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ ഖുർആൻ കൊണ്ട്, സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് വിജയിക്കുന്ന പട്ടികയിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫാത്തിഹ ഓതുന്ന മനുഷ്യൻ, ഖുർആൻ ഓതുന്ന മനുഷ്യൻ വളരെ മോശക്കാരനാണ് എന്ന് കരുതുക. എന്നാലും ആ ഖുർആൻ അവന് അനുഗ്രഹങ്ങളുടെ വാതിൽ തുറന്നു കൊടുക്കും. ഉദാഹരണം, തീരെ നിസ്കരിക്കാത്ത, നോമ്പില്ലാത്ത, കളവ് പറയുന്ന, വഞ്ചിക്കുന്ന, മാതാവിനെയും പിതാവിനെയും ഉപദ്രവിക്കുന്ന ഒരു മനുഷ്യൻ നിസ്കാരത്തിൽ പ്രവേശിച്ചു, അല്ലെങ്കിൽ ഫാത്തിഹയിൽ പ്രവേശിച്ചു. ആ പ്രവേശിച്ച സമയത്ത് അവൻ പറയുന്നൊരു വാക്ക്, റഹ്മാനായ അള്ളാഹുവിൻ്റെ മുമ്പിലാണ് ഞാൻ വന്നത്. റഹ്മാൻ എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഈ ഭൂമിയിൽ നല്ല ആളുകൾക്കും മോശക്കാരായ ആളുകൾക്കും എല്ലാം ഗുണം ചെയ്യുന്ന
അള്ളാഹുവിൻ്റെ അടുക്കലാണ് ഞാനുള്ളത്. അപ്പം ഞാൻ വളരെ മോശമാണെങ്കിലും എന്നെ അള്ളാഹു രക്ഷിക്കും. ഇനി ഞാൻ മോശമായി ചെയ്യുന്നില്ലെങ്കിൽ എൻ്റെ റബ്ബ് എന്നെ രക്ഷിക്കും. അപ്പോൾ വളരെ പാപം ചെയ്യുന്ന ആളുകൾക്കും ഖുർആൻ ഫാത്തിഹ അനുഗ്രഹമാണ്. റഹീം, ധാരാളമായി ഇവിടെ ഗുണം ചെയ്യുന്ന ആളുകളുണ്ട്, അവർക്കോ ഖുർആൻ പാരായണത്തിലൂടെ പരലോകത്ത് ഒരു ഗ്രേഡ് വർദ്ധിച്ച് ലഭിക്കുന്നു. അപ്പോൾ എല്ലാ തരത്തിലും പെട്ട ആളുകൾക്ക് രക്ഷയും വിജയവും അനുഗ്രഹങ്ങളും സമ്മാനിക്കുന്ന ഖുർആനുമായി അടുക്കാൻ, അതിൻ്റെ പാരായണങ്ങൾ, അതിൻ്റെ നിയമങ്ങൾ മനസ്സിലാക്കി പാരായണം ചെയ്യാൻ, അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞുകിടക്കുന്ന മുത്ത് വാരിയെടുക്കാൻ ഈ തൻസീൽ എന്ന പരിപാടി തീർച്ചയായും ഉപകാരപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനോട് അടുക്കാനും ഖുർആനെ പഠിക്കാനും ഖുർആൻ നല്ല രൂപത്തിൽ എഴുതാനും എല്ലാമുള്ള സൗഭാഗ്യങ്ങൾ നമുക്കെല്ലാം പ്രദാനം ചെയ്യട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്.